നമസ്കാരം. വിമാനപ്രാന്തന്മാരുടെ സ്വന്തം യൂട്യൂബ് ചാനലായ എയർക്രാഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മലയാളികളായ എല്ലാ വിമാനപ്രേമികൾക്കും സ്വാഗതം. നമ്മളൊക്കെ വിമാനയാത്ര നടത്തിയിട്ടുള്ളവരും നടത്തുന്നവരും ഇനി ഭാവിയിൽ നടത്താൻ പോകുന്നവരുമൊക്കെയാണ്. വിമാനത്തിൻ്റെ ഇന്ധനക്ഷമതയും ഇന്ധനത്തിൻ്റെ വിലയും ഒക്കെ വിമാനയാത്രാ നിരക്കിനെ കാര്യമായി ബാധിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ ടിക്കറ്റ് നിരക്കിനെ കാര്യമായി ബാധിക്കുന്ന മറ്റ് ഓപ്പറേഷണൽ കോസ്റ്റുകളും ചിലവുകളും എയർലൈൻസുകൾക്ക് അല്ലാതെയും വരുന്നുണ്ട്. അത് തൽക്കാലം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. വളരെയേറെ ഇന്ധനക്ഷമതയുള്ള ഹൈ ബൈപ്പാസ് ടർബോഫാൻ എഞ്ചിനുകൾ പിടിപ്പിച്ച ബോയിങ്, എയർബസ് വിമാനങ്ങളും അതുപോലെ മോഡേൺ ടർബോപ്രോപ്പ് എഞ്ചിൻസ് ഉപയോഗിക്കുന്ന ATR, ബോംബാർഡിയർ Q400 പോലുള്ള ഇന്ധനക്ഷമത കൂടിയ വിമാനങ്ങളുടെയും വരവോടെ വിമാന കമ്പനികൾക്ക് ലാഭം കൂടുതലായി ലഭിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടന്ന ലോ കോസ്റ്റ് എയർലൈൻസുകളുടെ കൂട്ടത്തോടെയുള്ള കടന്നുവരവ് സാധാരണക്കാരൻ്റെ വിമാനയാത്ര എന്ന സ്വപ്നം സഫലമാക്കാനിടയാക്കി. അതിപ്പോഴും അങ്ങനെ തുടർന്നു പോകുന്നു. അതുപോലെ നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒന്നാണ് കാർഗോ ഓപ്പറേഷൻസ്. പുറം രാജ്യങ്ങളിൽ നിന്നും വിമാനമാർഗം വരുന്ന ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും വില നിർണ്ണയത്തെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും ചെറിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വിമാനത്തിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ഇന്ധനക്ഷമതയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഞങ്ങൾ മിലിറ്ററി ഏവിയേഷൻ അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് ഉൾപ്പെടുന്ന സൈനിക വിമാനങ്ങളെ ഈ വീഡിയോയിൽ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നില്ല. അത്തരം വിമാനങ്ങളിൽ പെർഫോമൻസിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളിൽ കിലോമീറ്റർ പെർ ലിറ്റർ എന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ മൈലേജ് പറയുന്നത്. ഇതിൽ ലിറ്റർ എന്നത് വോളിയം അഥവാ വ്യാപ്തത്തിൻ്റെ യൂണിറ്റാണ്. വിമാനങ്ങളുടെ കാര്യത്തിൽ അവ ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ പുറത്തെ താപനില ഒരുപാട് കുറഞ്ഞ് ഏകദേശം -40°C എങ്കിലും എത്തിയിട്ടുണ്ടാകും. ഇതിന് ആനുപാതികമായി ടാങ്കിലുള്ള ഇന്ധനവും ചുരുങ്ങാൻ തുടങ്ങും. തിരിച്ചു വിമാനം താഴ്ന്ന് കുറഞ്ഞ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ ഡിസെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ടാങ്കിലുള്ള ഇന്ധനവും ക്രമേണ വികസിക്കാൻ തുടങ്ങും. ഈ രണ്ടവസ്ഥയിലും ഇന്ധനത്തിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിനാൽ വ്യാപ്തത്തിൻ്റെ യൂണിറ്റായ ലിറ്ററിൽ നമ്മൾ അപ്പോഴും ഇന്ധനത്തിൻ്റെ അളവ് കണക്കാക്കിയാൽ അത് തെറ്റായ ഇൻഡിക്കേഷനാകും പൈലറ്റിന് നൽകുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ രണ്ടവസ്ഥയിലും ഇന്ധനത്തിൻ്റെ ഭാരത്തിൽ വ്യത്യാസമേ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനമായ കാര്യം, വിമാനത്തിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ ഭാരം, അവരുടെ ബാഗേജസിൻ്റെ ഭാരം, ഇവ കൂടാതെ ഇന്ധനം ഉൾപ്പെടെയുള്ള വിമാനത്തിൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയ്റ്റ്, ലാൻഡിംഗ് വെയ്റ്റ് എന്നിവയും എപ്പോഴും കിലോഗ്രാമിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ധനത്തിൻ്റെ ഭാരവും കിലോഗ്രാമിൽ തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ ഈ കണക്ക് കൂട്ടലുകൾ വളരെ എളുപ്പത്തിലാക്കാൻ കഴിയും. അതുകൊണ്ട് കിലോഗ്രാമിലാണ് സാധാരണ ഇന്ധനത്തിൻ്റെ അളവ് വിമാനത്തിൻ്റെ കോക്പിറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചില വിമാനങ്ങളിൽ കിലോഗ്രാമിന് പകരം ഭാരത്തിൻ്റെ തന്നെ മറ്റൊരു യൂണിറ്റായ പൗണ്ട്സിലും ഫ്യൂൽ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു എയർബസ് A320 നിയോ വിമാനത്തിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഈ വിമാനം കുറച്ച് സമയം മുമ്പ് വെസ്റ്റ് ബംഗാളിലുള്ള സിലിഗുരി എന്ന സ്ഥലത്തു നിന്നും ഡൽഹിക്ക് വന്ന വിമാനമാണ്. ആ യാത്രയ്ക്കായി 2 എൻജിൻസും കൂടെ മൊത്തം 3870 കിലോഗ്രാം ഫ്യൂല് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഈ വിമാനത്തിൽ 3960 കിലോഗ്രാം ഇന്ധനം ബാക്കിയുണ്ട്. ഈ ഡിസ്പ്ലേയിൽ താഴെയായി കാണിക്കുന്ന FOB എന്നത് ഫ്യൂവൽ ഓൺ ബോർഡ് എന്നതിനെ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ്. ഇടതു ഭാഗത്തായി കാണിച്ചിരിക്കുന്നത് ഇടത്തെ ചിറകിലെ ഫ്യൂൽ ടാങ്കുകളിലെ ഇന്ധനത്തിൻ്റെ അളവും അതുപോലെ വലത്തെ ഭാഗത്ത് വലതു ചിറകിലെ ഇന്ധന ടാങ്കുകളിലുള്ള ഇന്ധനത്തിൻ്റെ അളവുമാണ്. തൊട്ടു മുൻപത്തെ ഫ്ലൈറ്റ് പ്ലാൻ അനുസരിച്ച് ഒരുപാട് ദൂരം പറക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ സെൻട്രൽ ടാങ്കിൽ തൽക്കാലം ഫ്യൂവല് നിറച്ചിട്ടില്ല. വലിയ കൊമേഴ്ഷ്യൽ വിമാനങ്ങളെ നിലത്തുകൂടെയും വായുവിലൂടെയും മുന്നോട്ട് ചലിപ്പിക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നതിനായി ടർബോഫാൻ എഞ്ചിനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം വളരെ കോമണായി ത്രസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് പൗണ്ട്സ് എന്ന യൂണിറ്റിലാണ് എന്ന കാര്യവും ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമാണല്ലോ ത്രസ്റ്റ് ഫോഴ്സിന് ആധാരം. അതിനാൽ കിലോ ന്യൂട്ടൺ എന്ന യൂണിറ്റിലും ത്രസ്റ്റ് കണക്കാക്കാൻ കഴിയും. ജെറ്റ് എഞ്ചിനുകളെ ത്രസ്റ്റ് പ്രൊഡ്യൂസിങ് എഞ്ചിൻസ് എന്നും ടോർക്ക് പ്രൊഡ്യൂസിങ് എഞ്ചിൻസ് എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ടർബോ പ്രൊപ്പേർഡ് ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകളുടെ പ്രാഥമിക ധർമ്മം ജ്വലന ഫലമായി ലഭിക്കുന്ന എനർജി ഉപയോഗിച്ച് ഏതെങ്കിലും ഷാഫ്റ്റ് പിടിച്ചു കറക്കുക എന്നതാണ്. അതിനാൽ ഇവയെ ടോർക്ക് പ്രൊഡ്യൂസിങ് എഞ്ചിൻസിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തി തൽക്കാലം മാറ്റി നിർത്തുകയാണ്.
ടർബോ പ്രൊപ്പ്, ടർബോ ഷാഫ്റ്റ് എന്നീ ഓരോ എൻജിൻസിനെ കുറിച്ചുള്ള വീഡിയോ സെപ്പറേറ്റായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവയുടെ പ്രവർത്തനത്തെ പറ്റി വ്യക്തമായി തന്നെ ചർച്ച ചെയ്യാം. ടർബോ ജെറ്റ്, ടർബോ ഫാൻ എന്നീ എൻജിനുകൾ അവ ശക്തിയായി പുറത്തു കളയുന്ന ഗ്യാസിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ച് ത്രസ്റ്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാൽ അവയെ ത്രസ്റ്റ് പ്രൊഡ്യൂസിങ് എൻജിൻസ് എന്ന് വിളിക്കാം. എൻജിൻ തരുന്ന ത്രസ്റ്റ് ഔട്ട്പുട്ടിനെയും ആ എൻജിൻ്റെ ഇന്ധനക്ഷമതയെയും ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ അഥവാ TSFC എന്ന ടേം ഉപയോഗിച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ പേരൊക്കെ കേട്ട് അന്തം വിടേണ്ട കാര്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ എൻജിന് എത്ര ഇന്ധനം പ്രവർത്തിക്കാനായി കൊടുത്തു, അത്രയും ഇന്ധനം കുടിച്ച ശേഷം ആ എൻജിൻ നമുക്ക് സന്തോഷത്തോടെ എത്ര ത്രസ്റ്റ് ഫോഴ്സ് പകരം തന്നു എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. ടെക്നിക്കലി പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരു എൻജിന് ഒരു പ്രത്യേക അളവ് ത്രസ്റ്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഇന്ധനം ജ്വലിപ്പിക്കേണ്ടി വന്നു എന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ എൻജിനിൽ നിന്ന് നമുക്ക് ലഭിച്ച ത്രസ്റ്റ് ഫോഴ്സിൻ്റെ വാല്യൂ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ എൻജിൻ്റെ ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ ലഭിക്കും. ടർബോ ജെറ്റ് എൻജിനുകൾക്ക് ടർബോ ഫാൻ എൻജിനുകളെ അപേക്ഷിച്ച് ഇന്ധനക്ഷമത വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവയെ രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനായി ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ദയവായി ഒന്ന് സങ്കല്പിച്ച് നോക്കുക. മണിക്കൂറിൽ 2000 പൗണ്ട്, അതായത് അത്രയും മാസ് പെർ അവർ എന്ന അളവിൽ നമ്മളൊരു ടർബോ ജെറ്റ് എൻജിനിലും ടർബോ ഫാൻ എൻജിനിലും ഒരേപോലെ ഇന്ധനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ടർബോ ഫാൻ എൻജിൻ നമുക്ക് 4000 പൗണ്ട് ത്രസ്റ്റ് പകരമായി തന്നു. സ്വാഭാവികമായും നമുക്ക് വളരെ സന്തോഷമായി. അതേസമയം അതേ അളവിൽ ഇന്ധനമെടുത്ത ടർബോ ജെറ്റ് എൻജിനാകട്ടെ വെറും 2000 പൗണ്ട് ത്രസ്റ്റാണ് നമുക്ക് തന്നത്. ഇവിടെ ടർബോ ഫാൻ എൻജിൻ്റെ TSFC 2000/4000, അതായത് 0.5 എന്നും ടർബോ ജെറ്റിൻ്റേത് 2000/2000, അതായത് 1 എന്നും മനസ്സിലാക്കാം. എപ്പോഴും TSFC വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന എൻജിനാകും നമുക്ക് കൂടുതൽ ഇന്ധനക്ഷമത തരുന്നത്. ഇത് വളരെ സിമ്പിളായ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ജെറ്റ് എൻജിൻസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ ഇന്ധനക്ഷമത ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ കണക്കാക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കിൻ്റെ കളികൾ ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞ് കാട് കയറി ഞങ്ങൾ ചാക്കോമാഷാകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ വാല്യൂ സമുദ്രനിരപ്പിൽ വെച്ചുള്ള പരീക്ഷണത്തിൽ ലഭിച്ചതാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ ലഭിച്ച ഇന്ധനക്ഷമതയെ ആണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ARAI സർട്ടിഫൈഡ് മൈലേജ് എന്നൊക്കെ പറയുന്നത് പോലെ വിമാനം മുകളിലേക്ക് പറന്നു പൊങ്ങുന്നതനുസരിച്ച് പുറത്തെ അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം, ഡെൻസിറ്റി, ടെമ്പറേച്ചർ എന്നിവയിൽ ക്രമാതീതമായ കുറവുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് മേൽപ്പറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കില്ല ലഭിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അനുസരിച്ച് എൻജിൻസിൻ്റെ എഫിഷ്യൻസിയിൽ വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ കാര്യമെടുത്താലും ഓരോ സമയത്തുമുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ഡ്രൈവിംഗ് രീതിയും മാറുന്നതനുസരിച്ച് മൈലേജിലും കാര്യമായ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വിമാനത്തിൻ്റെ എൻജിൻസ് സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ RPMൽ നിൽക്കുമ്പോൾ മുതൽ ഓരോ ഫേസ് ഓഫ് ഓപ്പറേഷൻസിൽ എടുക്കുന്ന ഇന്ധനത്തിൻ്റെ അളവിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ടാക്സി ചെയ്ത് റൺവേയിലേക്ക് പോകുമ്പോൾ എടുക്കുന്നതും ടേക്ക് ഓഫ്, ക്ലൈംബ്, ക്രൂയിസ്, അപ്രോച്ച്, ലാൻഡിങ്, പിന്നെ ലാൻഡ് ആയതിനു ശേഷം പാർക്കിംഗ് ബേയിലെത്തി വിമാനത്തിൻ്റെ എൻജിൻസ് എല്ലാം ഓഫ് ആകുന്നത് വരെയുള്ള പല ഫേസ് ഓഫ് ഓപ്പറേഷൻസിലും എൻജിൻസ് പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന ത്രസ്റ്റ് വ്യത്യസ്തമാണ്. അതിന് ആനുപാതികമായിട്ടായിരിക്കും കക്ഷി വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൽ നിന്നും മണ്ണെണ്ണ കുടിച്ചു തീർക്കുന്നത്. വിമാനത്തിൻ്റെ വലിപ്പവും പാസഞ്ചർ കപ്പാസിറ്റിയും കൂടുന്തോറും ത്രസ്റ്റ് ഫോഴ്സും കൂടുതൽ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായും ഇന്ധനവും അതിനനുസരിച്ച് എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ക്യൂൻ ഓഫ് ദി സ്കൈ എന്നറിയപ്പെടുന്ന ബോയിങ് 747 പോലുള്ള വലിയ വിമാനങ്ങൾക്ക് 4 എഞ്ചിനുകൾ അനിവാര്യമാണ്. ആൻറ്റനോ AN225 മറിയ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്തിൻ്റെ കാര്യമെത്തിയപ്പോൾ ആ വിമാനത്തിന് അതിൻ്റെ സ്വന്തം ഭാരവും കൊണ്ടുപോകുന്ന കാർഗോയുടെ ഭാരവും വളരെ കൂടുതലായത് കാരണം പുള്ളിക്കാരത്തേക്ക് 6 എഞ്ചിനുകളില്ലാതെ പറന്നു പോകാൻ പറ്റില്ലെന്നായി. മാത്രമല്ല വിമാനത്തിൻ്റെ ഭാരം, കാലപ്പഴക്കം, പറക്കുന്ന ഉയരം, വേഗത, അതുപോലെ ചില എയറോഡൈനാമിക് ഫാക്ടേഴ്സ് ഇവയെല്ലാം വിമാനത്തിൻ്റെ ഇന്ധനക്ഷമതയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് മണിക്കൂറിൽ ഒരു എൻജിൻ എത്ര ഇന്ധനം അതിൻ്റെ പ്രവർത്തനത്തിനായി എടുക്കും എന്നത് വിമാനത്തിൻ്റെ മാനുഫാക്ചറേഴ്സ് തരുന്ന കണക്കുകൾ അനുസരിച്ച് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതിനായി ആദ്യം ഞങ്ങൾ വളരെ പ്രശസ്തമായ ഒരു വിമാന മോഡലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ കൂടുതലായി എയർലൈൻസുകൾ ഉപയോഗിച്ച് വരുന്ന 2 എഞ്ചിനുകളുള്ള നാരോ ബോഡി എയർക്രാഫ്റ്റാണ്
എയർബസിൻ്റെ A320 എന്ന വിമാനം. ഈ മോഡൽ വിമാനം വാങ്ങുകയോ അല്ലെങ്കിൽ ലീസിന് എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് എയർലൈൻസുകൾക്ക് കുറച്ചു മുമ്പ് വരെ 2 ടർബോഫാൻ എഞ്ചിൻ ഓപ്ഷനുകളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കാമായിരുന്നു. അതായത് ഇൻ്റർനാഷണൽ എയറോ എൻജിൻസിൻ്റെ IAE V2500 എന്ന എഞ്ചിനുകൾ 2 എണ്ണം വിമാനത്തിൻ്റെ ചിറകുകളിൽ ഘടിപ്പിക്കാം. അല്ലെങ്കിൽ CFM 56-5B എന്ന എഞ്ചിനുകളോ തിരഞ്ഞെടുത്ത് എയർലൈനുകൾക്ക് ഉപയോഗിക്കാം. ഈ മോഡൽ വിമാനം എയർബസിൻ്റെ A320 CEO അതായത് കറണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് അറിയപ്പെടുന്നു. അതിനുശേഷം A320 NEO അതായത് ന്യൂ എഞ്ചിൻ ഓപ്ഷൻ എന്ന പുതിയ മോഡൽ വന്നപ്പോൾ അവിടെ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ ഗിയർഡ് ടർബോഫാൻ അല്ലെങ്കിൽ CFM ഇൻ്റർനാഷണലിൻ്റെ ലീപ്പ് 1A എന്നിങ്ങനെ കുറച്ചുകൂടെ ഇന്ധനക്ഷമതയുള്ള ടർബോഫാൻ എഞ്ചിനുകളും എയർലൈൻസിന് തിരഞ്ഞെടുക്കാമെന്നായി. എയർബസ് 320 വിമാനത്തിൽ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നും ഡൽഹി വരെ ഒരു ഫ്ലൈറ്റ് പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് കരുതുക. ടേക്ക് ഓഫിനായി നമ്മുടെ ഡിപ്പാർച്ചർ എയർപോർട്ടായ കൊച്ചി എയർപോർട്ടിൻ്റെ റൺവേയിൽ എത്തിയ ശേഷം വിമാനത്തിൻ്റെ ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് മുതൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടായ ഡൽഹി എയർപോർട്ടിൻ്റെ റൺവേയിൽ വിമാനം ടച്ച് ഡൗൺ ചെയ്യുന്നതുവരെ വേണ്ടി വരുന്ന ഫ്യൂവലാണ് ട്രിപ്പ് ഫ്യൂവൽ അല്ലെങ്കിൽ ഫ്യൂവൽ ടു ഡെസ്റ്റിനേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. വിമാന നിർമ്മാതാക്കൾ ഫ്യൂവൽ ബേൺ പെർ ട്രിപ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ ബേൺ പെർ സീറ്റ് എന്നിങ്ങനെ 2 രീതിയിൽ വിമാനത്തിൻ്റെ ഇന്ധനക്ഷമത പറയുന്നുണ്ട്. അത്തരത്തിൽ എയർബസ് A320 ഉൾപ്പെടെയുള്ള കുറച്ച് വിമാനങ്ങളുടെ ഇന്ധനക്ഷമത നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരിക്കൽ കൂടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇത് വിമാനത്തിൻ്റെ മാനുഫാക്ചറേഴ്സ് തരുന്ന ഏകദേശ കണക്ക് മാത്രമാണ്. ഇതിൽ വിമാനത്തിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷനും ഒരു പ്രധാന ഘടകമാണ്. എയർബസ് 320 വിമാനങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബിസിനസ് ക്ലാസ്, എക്കോണമി എന്നിങ്ങനെ 2 ക്ലാസ് കോൺഫിഗറേഷനിൽ 150 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ ലോ കോസ്റ്റ് എയർലൈനുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലാർജ് ഡെൻസിറ്റി സീറ്റിങ്ങിൽ ഫുൾ എക്കോണമിയിൽ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് സീറ്റിംഗ് കോൺഫിഗറേഷൻ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ എക്കോണമി സീറ്റിങ്ങിൽ ഏകദേശം 186 പാസഞ്ചേഴ്സിന് വരെ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാം. അവരുടെ ഹാൻഡ് ബാഗേജസ്, ചെക്ക് ഇൻ ബാഗേജസ് എന്നിവയുടെ ഭാരവും അതിനോടൊപ്പം നമ്മൾ കണക്കാക്കുന്നുണ്ട്. 2 എഞ്ചിനുകളുള്ള ഒരു എയർബസ് A320-200 CEO വിമാനം 150 യാത്രക്കാരുമായി 1900 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 3.13 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.61 ലിറ്റർ ഇന്ധനം ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. പുതിയ മോഡൽ എയർബസ് A320 NEO വിമാനമാകട്ടെ 154 യാത്രക്കാരുമായി 1220 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 2.79 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.25 ലിറ്റർ ഇന്ധനം മാത്രം മതിയാകും. എയർബസ് A320യുമായി കട്ടയ്ക്ക് മത്സരിക്കുന്ന മറ്റൊരു നാരോ ബോഡി വിമാനമാണ് 2 എഞ്ചിനുകളുള്ള ബോയിങ്ങിൻ്റെ 737-800. ഈ വിമാനം 160 യാത്രക്കാരുമായി 1900 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 3.45 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.68 ലിറ്റർ ഇന്ധനം മതിയാകും. ബോയിങ് 737-800ന് പകരം വയ്ക്കാവുന്ന പുതിയ മോഡലാണ് ബോയിങ് 737 Max-8. ഈ വിമാനങ്ങൾക്ക് അടുത്തിടെ സംഭവിച്ച ദാരുണമായ 2 അപകടങ്ങൾ കാരണം ഇവയെ ഇപ്പോൾ സർവീസിൽ നിന്ന് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പറക്കാൻ ഇവയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല. 737 Max-8 വിമാനം 162 യാത്രക്കാരുമായി 1900 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 2.71 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.04 ലിറ്റർ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. വിമാനം പുതിയതായപ്പോൾ ഇന്ധനക്ഷമത കുറച്ചുകൂടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി കണക്കിലെടുക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് വിമാനത്തിൻ്റെ റേഞ്ച്. നമ്മൾ പോകുന്ന ദൂരത്തിന് എത്ര ഇന്ധനം വേണം എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രിപ്പ് ഫ്യൂവൽ. പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയോ ചെയ്താൽ അവിടെ നമുക്ക് ലാൻഡ് ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ ലാൻഡ് ചെയ്യാനായി അടുത്തുള്ള 3 ഓൾട്ടർനേറ്റ് എയർപോർട്ട് കൂടെ ആദ്യമേ പ്ലാൻ ചെയ്തു വയ്ക്കും. അതിനാൽ ആൾട്ടർനേറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഫ്യൂല് കൂടെ എക്സ്ട്രാ കരുതണം. ഇതെല്ലാം കണക്കിലെടുത്ത ശേഷം എത്ര ഇന്ധനം നിറയ്ക്കണം എന്ന അവസാന തീരുമാനമെടുക്കുന്നത് ആ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കും. ഇന്ധനത്തിൻ്റെ ഭാരം വിമാനത്തിൻ്റെ മൊത്തം ഭാരത്തെ ബാധിക്കുന്നതിനാൽ ഇന്ധനക്ഷമതയിലും അപ്പോൾ കുറവ് വരും. അത് വിമാനത്തിൻ്റെ റേഞ്ച് കുറയ്ക്കും. അപ്പോൾ ചില സെക്ടറുകളിൽ നമുക്ക് ലോഡ് ലിമിറ്റേഷൻ മൂലം പാസഞ്ചേഴ്സിൻ്റെ എണ്ണത്തിൽ കുറവ് വരുത്തേണ്ടതായിട്ട് വരും. ഇവിടെ വിമാന കമ്പനികൾ ടിക്കറ്റ് റേറ്റ് കൂട്ടി നൈസിന് അതങ്ങ് മാനേജ് ചെയ്തോളും. ഇനി നമുക്ക് റേഞ്ച് കൂടുതലുള്ള കുറച്ച് വൈഡ് ബോഡി വിമാനങ്ങളുടെ ഇന്ധനക്ഷമത കൂടെ നോക്കാം. 2 എഞ്ചിനുകളുള്ള ഒരു ബോയിങ് 777-300ER എന്നാൽ എക്സ്റ്റൻഡഡ് റേഞ്ച്. ഈ വൈഡ് ബോഡി വിമാനം 365 യാത്രക്കാരുമായി 11,000 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഏകദേശം 8.49 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 2.91 ലിറ്റർ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നു. ബോയിങ് 777 തന്നെ അതേ ഗണത്തിൽ വരുന്ന മറ്റൊരു വിമാനമാണ് 777-200LR. LR എന്നാൽ ലോങ്ങസ്റ്റ് റേഞ്ച്. ഇവയ്ക്ക് 777-300ERനെ അപേക്ഷിച്ച് വലിപ്പവും പാസഞ്ചർ കപ്പാസിറ്റിയും കുറവാണ്. ഈ വിമാനം 291 യാത്രക്കാരുമായി 9,208 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറന്നപ്പോൾ 1 കിലോമീറ്ററിന് 7.57 കിലോഗ്രാം ഇന്ധനമേ ആവശ്യമായി വന്നുള്ളൂ. 300ERന്റെ അതേപോലുള്ള എഞ്ചിനുകളാണെങ്കിലും ഈ വിമാനങ്ങളിൽ അവയുടെ ത്രസ്റ്റ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സീറ്റ് അനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞതിനാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പാസഞ്ചേഴ്സിന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 3.25 ലിറ്റർ എന്ന അളവിൽ ഇന്ധനത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എയർലൈൻസിന് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചേ മതിയാകൂ. ബോയിങ് 777 തന്നെ 777X എന്ന പുതിയ മോഡൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വിമാനത്തിന് റേഞ്ച് വളരെ കൂടുതലാണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ലോകത്തിലെ തന്നെ വലിയ 2 ടർബോഫാൻ എഞ്ചിനുകളും കൂടി ചേരുമ്പോൾ 13,300 കിലോമീറ്റർ ദൂരം ഈ വിമാനം 395 യാത്രക്കാരുമായി തുടർച്ചയായി പറക്കുമ്പോൾ 7.69 കിലോഗ്രാം ഇന്ധനം 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വെച്ച് നോക്കിയാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.42 ലിറ്റർ ഇന്ധനമേ ആവശ്യമായി വരികയുള്ളൂ എന്നാണ് ബോയിങ് അവകാശപ്പെടുന്നത്. ഇനി ബോയിങ്ങിൻ്റെ തന്നെ 787 ഡ്രീംലൈനർ വിമാനങ്ങളുടെ കാര്യം നോക്കാം. 787ൻ്റെ -8 മോഡൽ എയർ ഇന്ത്യയും -9 മോഡൽ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ വിസ്താര എയർലൈൻസും ഉപയോഗിക്കുന്നുണ്ട്. -9 എന്ന പുതിയ മോഡൽ വിമാനം 304 യാത്രക്കാരുമായി 9,208 കിലോമീറ്റർ തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 5.63 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. യാത്രക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 2.31 ലിറ്റർ ഇന്ധനം മതിയാകും. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ വിമാനങ്ങളിലേക്ക് പോകാം. 4 എഞ്ചിനുകളുള്ള ഒരു ബോയിങ് 747-400 വൈഡ് ബോഡി വിമാനം 416 യാത്രക്കാരുമായി 11,000 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 11.11 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 3.34 ലിറ്റർ ഇന്ധനം ആവശ്യമായി വരുന്നു. 4 എഞ്ചിനുകളുള്ള ഒരു എയർബസ് A380 വൈഡ് ബോഡി വിമാനം 544 യാത്രക്കാരുമായി 11,000 കിലോമീറ്റർ ദൂരം തുടർച്ചയായി പറക്കുമ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 13.78 കിലോഗ്രാം ഇന്ധനം ഉപയോഗിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു യാത്രക്കാരന് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 3.16 ലിറ്റർ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരുന്നു. ഈ പറഞ്ഞവ കൂടാതെ തീർച്ചയായും ധാരാളം വിമാന മോഡലുകൾ ഇനിയുമുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതിനാൽ തൽക്കാലം അവയെ ഒഴിവാക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. വിമാനങ്ങളെ സംബന്ധിച്ച പുതിയ അറിവുകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ആക്കിയാൽ മതിയാകും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും സുരക്ഷിതമായ വിമാനയാത്രയും സേഫ് ലാൻഡിങ്സും ആശംസിക്കുന്നു. This is Team Aircraft Tech Malayalam signing off. Bye.